ഇന്ന് നമ്മൾ തയ്ക്കാൻ പോണതേ ഒരു അടിപൊളി പേഴ്സാണ് കേട്ടോ തയ്ച്ചെടുക്കണത്. 10 മിനിറ്റിനുള്ളിൽ നമുക്ക് ഈ ഒരു പേഴ്സ് തയ്ച്ചെടുക്കാം. അപ്പോൾ ഇത് തയ്ക്കാനായിട്ടേ എല്ലാവരുടെ കയ്യിൽ ചെറിയൊരു പീസ് തുണി ഉണ്ടെങ്കിൽ അതും നമുക്കൊരു ചെറിയ കഷ്ണം ക്യാൻവാസ് അതുപോലെ തന്നെ ഒരു നൂലും മതി കേട്ടോ തയ്ച്ചെടുക്കാനായിട്ട്. നമ്മുടെ പേഴ്സ് തയ്ക്കാനായിട്ട് ഞാനിവിടെ ഒരു തുണി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനെടുത്ത തുണിയുടെ വീതിയും നീളവും പറഞ്ഞു തരാം. ഞാനെടുത്ത തുണിക്ക് നീളം എടുത്തിരിക്കുന്നത് 24 ഇഞ്ചാണ് കേട്ടോ. അതുപോലെ തന്നെ അതിൻ്റെ വീതി എടുത്തിട്ടുള്ളത് 12 ഇഞ്ചാണ്. ക്യാൻവാസ് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഇതേ അളവിൽ ക്യാൻവാസും കട്ട് ചെയ്തെടുക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ പഴയ എന്തെങ്കിലും ചാക്കോ അതുപോലെ തന്നെ ക്യാൻവാസിൻ്റെ പോലെ തന്നെ കട്ടിയിൽ വരുന്ന പേപ്പർ കവറുകളുണ്ടല്ലോ, അതായാലും മതി കേട്ടോ നമ്മുടെ ഈ ഒരു പേഴ്സ് തയ്ക്കാനായിട്ട്. ക്യാൻവാസും തുണിയും കൂടി ഒന്നില്ലെങ്കിൽ ഒട്ടിച്ചെടുക്കുക കേട്ടോ, ഇല്ലയെന്നുണ്ടെങ്കിൽ സൈഡിൽ കൂടെ ഒന്ന് തയ്ച്ചെടുക്കുക. ക്യാൻവാസ് ഒട്ടിച്ചെടുക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് ഒട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അത് വിട്ട് പോരാൻ തുടങ്ങും. അപ്പോൾ ഏറ്റവും നല്ലത് ഇതുപോലെ തയ്ച്ചെടുക്കുന്നതാണ് കേട്ടോ. അപ്പം ഞാനിത് തയ്ച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇതിൻ്റെ 4 വശവും. ക്യാൻവാസും തുണിയും തമ്മിൽ കൂട്ടി തയ്ച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ക്യാൻവാസിൻ്റെ ഈ കാണുന്ന ഭാഗം ഉണ്ടല്ലോ, തുണിയുടെ വശമല്ലാതെ ക്യാൻവാസ് ഒട്ടിച്ച വശം, അവിടെ നമുക്ക് കുറച്ച് മാർക്ക് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ നിന്നിട്ട് ഒരു 8 ഇഞ്ചോളം നമുക്ക് ഉള്ളിലേക്ക് മാർക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ നിന്നിട്ടും 8 ഇഞ്ച് ഉള്ളിലോട്ട് മാർക്ക് ചെയ്യാം കേട്ടോ. ഈ മാർക്ക് ചെയ്ത് കഴിഞ്ഞാലേ അതിൽ നമ്മളൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചെടുക്കാം കേട്ടോ താഴോട്ട്. ഇനി നമുക്ക് ഈ ക്യാൻവാസിൻ്റെ ഏറ്റവും താഴ്വശം ഉണ്ടല്ലോ, അവിടെ നമുക്ക് കുറച്ച് മാർക്ക് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നമ്മൾ കേട്ടോ ഇതേപോലെ പിടിച്ചിട്ട് ഒരു 3.5 ഇഞ്ച് മേലോട്ട് ഇതേ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ അറ്റത്തേക്കും മാറ്റി പിടിച്ചിട്ട് 3.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു സൈഡും കൂടി ഉണ്ടല്ലോ, ആ ഒരു സൈഡിൽ നമ്മൾ ഇതേ 3.5 ഇഞ്ച് വെച്ചിട്ട് മാർക്ക് ചെയ്യാണ് കേട്ടോ. എന്നിട്ട് ഈ മാർക്ക് ചെയ്തേക്കൂടെ ഏറ്റവും താഴ്വശത്തെ മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ വരച്ചത് തമ്മിൽ കൂട്ടി യോജിപ്പിച്ചെടുക്കുകയാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. താഴ്വശത്ത് നമ്മൾ 3.5 ഇഞ്ച് ഇപ്പോൾ മാർക്ക് ചെയ്തില്ലേ, അതിൻ്റെ തൊട്ടു മേലെയായിട്ട് നമുക്ക് വേറൊരു അളവ് മാർക്ക് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എടുക്കേണ്ടത് ക്യാൻവാസിൻ്റെ ഏത് സൈഡായാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എടുക്കുന്നത് ഏറ്റവും ഈ ഒരു സൈഡാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മേലോട്ട് ഇനി ഞാൻ 4 ഇഞ്ച് മാർക്ക് ചെയ്യാണ് കേട്ടോ. അപ്പോൾ 4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അതിനെ ഇതേപോലെ തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ തൊട്ടിപ്പുറത്തെ സൈഡിലും അതുപോലെ മാർക്ക് ചെയ്യാനുണ്ട് കേട്ടോ, ഈ 3.5 ഇഞ്ചിനും മേലേക്ക്. അപ്പോൾ ഇവിടെ നമ്മൾ 4 ഇഞ്ചാണ് മാർക്ക് ചെയ്തതെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു 4.5 ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്യണത്. അപ്പോൾ ഒരു സൈഡിൽ 3.5 ഇഞ്ചും 4 ഇഞ്ചാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. തൊട്ടിപ്പുറത്തെ സൈഡിൽ നമ്മൾ 3.5 ഇഞ്ചും 4.5 ഇഞ്ചാണ് മാർക്ക് ചെയ്തെടുക്കണത്. ഇനി അതും ഇതേ രീതിക്ക് വരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ആ സൈഡിൽ വരുന്ന പ്രിൻ്റ് ഇടുന്ന ഭാഗങ്ങളൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയണം. മാർക്ക് ചെയ്ത ഭാഗങ്ങളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് കിട്ടുക. അതിന് ശേഷം ഇത് ഇതേപോലെ മടക്കി പിടിച്ചതിന് ശേഷം ഒരു വശത്തിൻ്റെ സൈഡ് ആ മൂലഭാഗം വരുന്നതുണ്ടല്ലോ, അവിടെ ഒരു റൗണ്ട് പോലെ നമ്മൾ വരച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് ഇതേപോലെ ചരിച്ച് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്യലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇനി ഇതിനെ ഒരു ലൈനിങ് പീസുമായിട്ട് കൂട്ടി തയ്ച്ചെടുക്കണം. നമ്മളെടുത്തിട്ടുള്ള ലൈനിങ്ങിൻ്റെ തുണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുരിദാർ തയ്ച്ചിട്ട് ബാക്കി വന്നൊരു പീസാണ് കേട്ടോ. അപ്പോൾ അതിനെ ഞാൻ കൂട്ടി തയ്ച്ച് പതിച്ചടിച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ വേസ്റ്റ് വരുന്ന തുണികളായാലും കൂട്ടി തയ്ച്ചെടുത്തിട്ട് ലൈനിങ് ആയിട്ട് ഉപയോഗിക്കാം കേട്ടോ നമുക്ക്. ഇനി ഇതേപോലെ വെച്ചതിന് ശേഷം നമുക്ക് അതിൻ്റെ സൈഡിൽ കൂടെയൊക്കെ നമുക്കൊന്ന് തയ്ച്ചെടുക്കണം കേട്ടോ. ഇത് മറച്ചെടുക്കാനാണ് ഇങ്ങനെ തയ്ക്കണത്.
സൈഡ് തയ്ക്കൽ കഴിഞ്ഞാൽ ഇതേപോലെ ബാക്കി നിൽക്കുന്ന തുണികളൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അതിന് ശേഷം അതിൻ്റെ ഒരു മൂലവശങ്ങൾ വരുന്നുണ്ടല്ലോ, ആ സ്ക്വയർ പോലെയൊക്കെ, അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ ഒരു കട്ട് ചെയ്തിട്ട് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ നമുക്കത് മറച്ചിടുന്ന സമയത്ത് അവിടെ കറക്റ്റായിട്ട് നിൽക്കില്ല. ഓപ്പൺ ആയിട്ടിരിക്കുന്ന ഈ ഒരു വശത്തു കൂടെ നമുക്ക് ഉള്ളിലേക്ക് കൈ വെച്ചിട്ട് ഇതിൻ്റെ ബാക്കിയുള്ള ആ ഒരു സൈഡിലത്തെ ഒരു പീസുകളൊക്കെ നമുക്ക് കറക്റ്റ് ഇങ്ങനെ പുറത്തേക്ക് വലിച്ചിടാം കേട്ടോ. എന്നിട്ട് അതിനെ മറിച്ചെടുക്കുക. മുഴുവൻ ഭാഗവും മറിച്ചിടൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സൈഡിൽ കൂടെ ഒന്ന് പതിച്ച് തയ്ക്കണമെങ്കിൽ തയ്ക്കാം കേട്ടോ. നിർബന്ധമില്ല, അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ തയ്ച്ചെടുക്കാം. ഇനി നമുക്കതിൻ്റെ തുറന്നിരിക്കുന്ന ആ ഒരു വശം ഉണ്ടല്ലോ, അത് നമുക്ക് ഉള്ളിലേക്ക് ആക്കിയിട്ട് കൂട്ടി തയ്ച്ചെടുക്കാനുണ്ട്. അപ്പോൾ ഇതേ രീതിക്ക് പിടിക്കാം കേട്ടോ. ഒരു വശം ആ ക്യാൻവാസിൻ്റെ വശം ഉള്ളിലേക്ക് വെച്ചിട്ട് അതുപോലെ ലൈനിങ്ങിൻ്റെ പീസും കൂടി ഉള്ളിലേക്ക് വെച്ചിട്ട് നമുക്ക് തയ്ച്ചെടുത്താൽ മതി കേട്ടോ, പുറം വശത്തു കൂടെ തന്നെ. 3 പോക്കറ്റ് വരുന്ന നമ്മുടെ ഈ ഒരു പേഴ്സിൻ്റെ പകുതിയോളം തയ്പ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇതേപോലെ നമ്മുടെ ഒരു വശത്തേക്ക് വെച്ചതിന് ശേഷം അതിൻ്റെ ഒരു സൈഡും താഴ്വശവും കൂടിയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ വീണ്ടുമുള്ള ഒരു സൈഡ് വയ്ക്കുക, പിന്നെ താഴ്വശം വയ്ക്കുക. ഇതേ രീതിക്കാണ് കേട്ടോ നമ്മൾക്ക് ചെയ്തെടുക്കാനുള്ളത്. നമ്മുടെ പേഴ്സിൻ്റെ ആദ്യത്തെ പോക്കറ്റ് ശരിയായി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ഒരു സൈഡ് നിന്നതിനെ നമ്മൾ ഒരറ്റത്തേക്ക് വെച്ച് കൊടുത്തിട്ട് ആ സൈഡിൽ നിന്ന് ഇങ്ങനെ താഴോട്ട് നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേട്ടോ അടുത്ത പോക്കറ്റാണ് തയ്ച്ചെടുക്കാൻ പോണത്. അപ്പോൾ അതിന് അടുത്ത വശത്ത് നിൽക്കുന്ന ആ തുണീനെ ഇതേ രീതിക്ക് വെക്കാം കേട്ടോ. അതിന് ശേഷം അതിൻ്റെ താഴ്വശം സൈഡും തയ്ച്ചെടുക്കും. നമ്മുടെ പേഴ്സിന് കേട്ടോ ഇപ്പോൾ നമ്മൾ 3 പോക്കറ്റ് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഫോണും പൈസയും ഒക്കെ വെച്ചിട്ട് പുറത്തേക്ക് കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ള ഒരു പേഴ്സ് തന്നെയാണ് കേട്ടോ നമ്മൾ തയ്ച്ചെടുത്തിട്ടുള്ളത്. ഈസി ആയിട്ട് തയ്ച്ചെടുക്കാനും പറ്റും കേട്ടോ. ഒരു ബുദ്ധിമുട്ടോ ഒന്നുമില്ല, കുറച്ച് ടൈം മാത്രം മതി ഈ ഒരു പേഴ്സ് തയ്ക്കാനായിട്ട്. ഇനി നമുക്ക് പേഴ്സിനെ നമുക്കിപ്പോൾ സിബൊന്നും വെച്ച് തയ്ക്കാത്തൊരു പേഴ്സാണല്ലോ. അപ്പോൾ ഞാനിതുപോലത്തെ പ്രസ് ബട്ടൺ വെച്ചിട്ടാണ് കേട്ടോ തൽക്കാലം ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒട്ടിക്കുന്ന ടൈപ്പ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഐറ്റം വെച്ചിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ അതില്ലാത്ത കാരണം ഞാൻ ഈ പ്രസ് ബട്ടനാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മുടെ പേഴ്സിനെ കുറച്ചും കൂടി ഒന്ന് ഭംഗി കൂട്ടാനായിട്ട് നമ്മുടെ നൈറ്റിയിലൊക്കെ വെക്കുന്ന ഫ്ലവർ എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. പേഴ്സിൻ്റെ ഫ്രണ്ട് വശത്ത് നമ്മൾ ഇതേ രീതിക്ക് ആ ഫ്ലവർ വെച്ചിട്ട് തയ്ച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പേഴ്സിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വീഡിയോ ഏതെങ്കിലും പുതിയ കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. നമ്മുടെ പേഴ്സിൻ്റെ ഉള്ളിൽ ഫോൺ വെക്കാൻ പറ്റുമോ എന്ന് ചിന്തിക്കുന്നുണ്ടാവില്ലേ. അപ്പം അങ്ങനെ ചിന്തിക്കേണ്ട കേട്ടോ. ഒരു ഫോണല്ല, 2 ഫോണോ 3 ഫോണോ വേണമെങ്കിൽ നമ്മുടെ പേഴ്സിൻ്റെ ഉള്ളിലിരിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ തയ്ച്ചിട്ടുള്ള പേഴ്സ് അത്യാവശ്യം വലിപ്പം വരുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് വരുന്ന ഈ അറകളുണ്ടല്ലോ, അതിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് താഴോട്ട് വെക്കാനുള്ള സ്പേസും ഉണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഇതുപോലെയൊക്കെ പൈസയും ഒക്കെ വെച്ചതിന് ശേഷം നമുക്കിതുപോലെ ഇങ്ങനെ പേഴ്സ് അടച്ച് കൊണ്ടുപോകാനും പറ്റും കേട്ടോ നമ്മുടെ പേഴ്സ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രത്തോളം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് ഇനി വീണ്ടും വരാം.